2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരിൽ റെക്കോർഡ് ഭൂരിപക്ഷം കെ ശൈലജയുടെ പേരിലായിരുന്നു. 60,000-ൽ പരം വോട്ടുകളുടെ വിജയമാണ് RSPയുടെ ഇല്ലിക്കൽ അഗസ്റ്റിക്കെതിരെ നേടിയെടുത്തത്. ഈ സീറ്റ് RSPയിൽ നിന്നും കോൺഗ്രസ് തിരിച്ചു വാങ്ങി പകരമായി RSPക്ക് മറ്റൊരു സീറ്റ് നൽകാനാണ് ആലോചന. RSPയുടെ സീറ്റുകളുടെ എണ്ണം നൽകുന്നതിൽ കുറയാതെ അവർക്ക് മറ്റൊരു സീറ്റ് നൽകാനുള്ള ധാരണയിലേക്കാണ് നീങ്ങുന്നത്. നമുക്കറിയാം, മട്ടന്നൂർ നിയോജക മണ്ഡലം CPIMന്റെ ശക്തി ദുർഗമായി മാറാനുള്ള പ്രധാന കാരണം അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നില്ല എന്നുള്ളതാണെന്നുള്ളത് കൃത്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കെടുക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. സുധാകരനെ പോലൊരു ആൾ മട്ടന്നൂരിൽ മത്സരിച്ചാൽ CPIMന്റെ ലീഡ് 10,000 പോലും കടക്കാൻ സാധ്യത കുറവാണ്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ നേടിയ മട്ടന്നൂരിലെ മുൻതൂക്കം എന്ന് പറയുന്നത്. പരമ്പരാഗത ഇടത് കോട്ടയായിട്ട് പോലും മട്ടന്നൂരിൽ ആകെ 4,000 വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് സുധാകരനെതിരെ MV ജയരാജന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഒന്ന് ആലോചിക്കണം, സാധാരണഗതിയിൽ തലശ്ശേരി പോലുള്ള മണ്ഡലങ്ങളിൽ പോലും ഇടതുപക്ഷം 10,000-ലേറെ വോട്ട് ഏതൊക്കെ ശക്തമായ ഇടത് വിരുദ്ധ തരംഗമുണ്ടാകുമ്പോഴും നേടിയെടുക്കുമ്പോഴും അതിനേക്കാൾ വലിയ ലീഡ് കൊടുക്കുന്ന മട്ടന്നൂരിൽ ഇടതുപക്ഷത്തിന് ലീഡ് നിലനിർത്താൻ കഴിയുന്നില്ല. പിണറായിയുടെ സ്വന്തം മണ്ഡലമായിട്ടുള്ള ധർമ്മടത്ത് LDFന്റെ ലീഡ് കേവലം 2,000 വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് സുധാകരനെതിരെ MV ജയരാജന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഇതോടെയാണ് കോൺഗ്രസ് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയത്. കോൺഗ്രസ് മനസ്സിലാക്കുന്നു, മട്ടന്നൂരിൽ ശക്തനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. മട്ടന്നൂരിൽ ഒരു ടൈറ്റ് ഫൈറ്റ് കാഴ്ചവെക്കാൻ കഴിയണം. കെ ശൈലജയ്ക്ക് പാട്ടും പാടി ജയിക്കാൻ കഴിയുന്ന സാഹചര്യം കോൺഗ്രസ് മത്സരിച്ചാൽ ഉണ്ടാവുകയില്ല. പല മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ അസാന്നിധ്യം വളരെയധികം വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സഖ്യകക്ഷികൾ നിന്നുകൊണ്ട് വലിയ ലീഡ് കൊടുക്കുന്ന സാഹചര്യം മാറ്റിമറിക്കണം. അത് ഒരു എക്സ്പെരിമെൻ്റ് എന്ന രീതിയിൽ, ഒരു പരീക്ഷണം എന്ന രീതിയിലേക്ക് തന്നെ നീങ്ങാനാണ് തീരുമാനം. നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിലെ നേമം നിയോജക മണ്ഡലം, അവിടെ കോൺഗ്രസിൻ്റെ അഭാവം, അതായത് UDFിലെ സഖ്യകക്ഷിയായിരുന്ന സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി മത്സരിക്കുമ്പോഴാണ് സ്ഥിരമായി അവിടെ വലിയ തോതിൽ BJPക്ക് മുൻതൂക്കം ലഭിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ മുരളീധരൻ അവിടെ മത്സരിച്ചത് കൊണ്ടാണ് വലിയ തോതിൽ വോട്ട് ഷെയർ UDFന് ഉയർത്താൻ കഴിഞ്ഞത്. 36,000-ഓളം വോട്ടുകൾ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുരളീധരൻ കോൺഗ്രസ് ചിഹ്നത്തിൽ നേടിയെടുത്തത് വലിയ തോതിൽ V ശിവൻകുട്ടിക്ക് ജയിക്കാൻ കാരണമാവുകയും കുമ്മനം രാജശേഖരൻ്റെ പരാജയം ഉറപ്പുവരുത്തുകയും ചെയ്തു. ഒന്ന് ആലോചിക്കണം, കൃത്യമായി പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇക്വേഷൻ. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എവിടെ മത്സരിച്ചാലും, അതും വീറും വാശിയോടുകൂടി താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന പലരും മത്സരിച്ചാൽ വലിയ വിജയം നേടിയെടുക്കാൻ കഴിയും. നേമം നിയോജക മണ്ഡലത്തിൽ ഇത്തവണ കോൺഗ്രസ്സിന് ഒരു പ്രബലനായ സ്ഥാനാർത്ഥിയെ കൊടുക്കുന്നതോടൊപ്പം തന്നെ മട്ടന്നൂർ പോലുള്ള നിയോജക മണ്ഡലത്തിൽ കൊടുത്താൽ അത് അഭികാമ്യമാണ് എന്നുള്ളതാണ് UDFനകത്ത് വരുന്ന ചർച്ച.